നല്ല ആരെടുത്ത് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കൽത്തപ്പം ഉണ്ടാക്കുമ്പോൾ മിക്കവർക്കും ഇത് ഫ്ലോപ്പായി പോവാറുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല കറക്റ്റായിട്ട് തന്നെ എടുത്ത് അളവൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി ഒന്ന് നല്ലപോലെ ഒരു 3-4 മണിക്കൂർ കുതിർത്ത് കഴുകിയിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അവിൽ നല്ലപോലെ കഴുകിയിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതും വെള്ളം പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവിലിന് പകരം ചോറും നമുക്ക് എടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ വെള്ളവും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയും വെള്ളം മതി. അരിൻ്റെ കുറച്ച് താഴെ നിൽക്കുന്ന വിധത്തിലാണ് നമ്മൾ വെള്ളം എടുത്തത്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് വെള്ളമൊക്കെ ഒന്ന് ചേർക്കുന്നതാണ്. അപ്പോൾ ഇതാ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള ശർക്കര പാനി തയ്യാറാക്കണം. 2 വലിയ കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് പാനിയാക്കി എടുത്തിട്ട് ചൂടോടുകൂടി തന്നെ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഏലക്ക പൊടിച്ചതും അതുപോലെ ജീരകപ്പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു 1-2 നുള്ളു മാത്രം നമ്മൾ അപ്പക്കാരം ചേർത്താൽ മതി. ഒരുപാടങ്ങ് കൂടിപ്പോകരുത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ വെളിച്ചെണ്ണ ചേർക്കുന്നത്. നെയ്യായാലും കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണയിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് കുറച്ച് ചെറിയ ഉള്ളിയും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്നും കരിഞ്ഞു പോകരുത് കേട്ടോ. ഏകദേശം ഒന്ന് ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആ ഒരു തയ്യാറാക്കി വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഭാഗം നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ചേർത്ത് കൊടുത്തത് നല്ലപോലെ ആ ഒരു കപ്പിൽ നിന്ന് നല്ല മിക്സ് ചെയ്തെടുത്തിട്ട് ആ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് മാവ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും ലൂസായിട്ടാട്ടോ മാവ് തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുക്കാം. വിസിൽ വെക്കുന്നില്ല. മൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 30 സെക്കൻഡ് ഇതൊന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ വെക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഏകദേശം 10 മുതൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു 13-14 മിനിറ്റ് ആകുമ്പോൾ ഇതൊന്ന് നമുക്ക് കുത്തി നോക്കാം. റെഡി ആയിട്ടില്ലെങ്കിൽ 1-2 മിനിറ്റും കൂടി ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് ഓഫാക്കിയിട്ട് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചാലേ നല്ല ആരെടുത്തിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അടിഭാഗമൊന്നും കരിഞ്ഞു പോകുന്നില്ല. അപ്പോൾ നമുക്കിത് നല്ലോണം തണുത്തതിന് ശേഷം ഇതൊന്ന് വിട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ നിന്ന് നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ എടുക്കാവൂ, അല്ലെങ്കിൽ അടിയിൽ ഒന്ന് പറ്റിപ്പിടിക്കാനെല്ലാം ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പാത്രത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിഭാഗമൊന്നും കരിഞ്ഞിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ ഭാഗങ്ങളിൽ ബേക്കറികളിലൊക്കെ കാണുന്ന നല്ല അടിപൊളി കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ചോറ് വെച്ചിട്ട് ട്രൈ ചെയ്തവരുണ്ടാവും. അത് അവിൽ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തിട്ട് നല്ല കണ്ടില്ലേ ആരെടുത്തിട്ട് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്